കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2, 3, 4 വാക്യങ്ങളിൽ വളരെ സവിസ്താരമായിട്ട് ചിന്തിപ്പാനിടയായി. സ്തോത്രം. മറ്റു ഉപവാക്യങ്ങളിലൂടെയൊക്കെ ആ വിഷയം ചെറിയ തോതിൽ പഠിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ നൽകി. 4-ാം വാക്യം, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ലോകത്തെ സ്നേഹിക്കുമ്പോൾ അത് ദൈവത്തിന് നമ്മൾ ശത്രുക്കളായി തീരുക. എന്താ കാര്യം? കർത്താവിനെ ക്രൂശിച്ച ലോകം, കർത്താവിൻ്റെ ശിഷ്യന്മാരെ ക്രൂശിച്ച ലോകം, ഈ ലോകത്തിൻ്റെ ചെയ്തികൾ, ഈ ലോകത്തിൻ്റെ പ്രവൃത്തികൾ, ഈ ലോകത്തിൻ്റെ രീതികളെല്ലാം ദൈവവചനത്തിന് ചേരുന്നതല്ല. ഈ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ്. സ്തോത്രം. ലോകമനുഷ്യൻ നടക്കുന്ന പോലെ ലോകമനുഷ്യൻ്റെ ഭാഷ, ലോകമനുഷ്യൻ്റെ വേഷവിധാനം, ലോകമനുഷ്യൻ്റെ വേഷഭൂഷാദികൾ, ലോകമനുഷ്യൻ്റെ അണിഞ്ഞൊരുങ്ങളിൽ, ലോകമനുഷ്യൻ്റെ A to Z എല്ലാ കാര്യങ്ങളും ഒരു ദൈവവചനത്തിന് അനുകരണീയമല്ല. എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുന്നു? യാക്കോബ് പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താനാ, ഈ ലോകത്തെ ഭരിക്കുന്ന സാത്താനാ. സാത്താൻ്റെ നിയന്ത്രണ സീമയ്ക്കുള്ളിലാണ് ഈ ലോകം മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൽ വിശ്വസിച്ച ദൈവമക്കളെ കർത്താവ് രക്ഷിച്ചു. ഒരാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെട്ടു. നമ്മുടെ ആത്മാവിനെ കർത്താവ് രക്ഷിച്ചു. ഇനി ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയും ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, ലോകത്തിൻ്റെ അശുദ്ധികൾ, ലോകത്തിൻ്റെ ചപ്പും ചവറും നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണം, നമ്മെ തന്നെ കാത്തുകൊള്ളണം, നമ്മെ തന്നെ നിർമ്മലീകരിക്കണം, നമ്മെ തന്നെ വെടിപ്പാക്കണം. ഹല്ലേലൂയ. നമുക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം. ഇതെല്ലാം ചെയ്ത് നമ്മളെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? വി ആർ എ എനിമി ഓഫ് ക്രൈസ്റ്റ്. ക്രൂശിൻ്റെ ശത്രുക്കളായി പോകും നമ്മൾ. അതുകൊണ്ട് ലോകസ്നേഹം, ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം ഇതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകും. ലോകത്തിൻ്റെ എല്ലാ രീതികളും ദൈവമക്കൾ വിട്ടൊഴിഞ്ഞു കൊള്ളണം. കാരണം ഈ ലോകത്തിന്മേലൊരു ശക്തമായൊരു പിടി സാത്താനുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തെ അനുകരിച്ചാൽ സാത്താൻ്റെ പോരാട്ടം നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, വ്യഭിചാരിണികളായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ക്രിസ്തു എന്ന ഏകപുരുഷന്റെ നിർമ്മല എന്നെ ഏൽപ്പിപ്പാൻ നിങ്ങൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആൽപ്പമളവളാലാകുന്ന ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വെളിയിടിക്കാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാ. ഇനി നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആത്മീയ വ്യഭിചാരത്തിലേക്ക് പോവുക, സാത്താൻ്റെ അടിമത്വത്തിലേക്ക് പോവുക. അതാ അവിടുത്തെ വിഷയം. അതുകൊണ്ട് ക്രിസ്തുവിനെ വിട്ടുപോയാൽ പിന്നെ വ്യഭിചാരം ചെയ്യുക. ആത്മീയമായി പഠിക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കിടക്കുന്നത്. ഞാൻ ആ വാക്യം വിട്ടിട്ട് 5-ാം വാക്യത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കി ആത്മാവസൂയിക്കായി കാക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നിഗള സ്വഭാവം സാത്താൻ്റെ സ്വഭാവമാണ്, ലൂസിഫറിനുണ്ടായ സ്വഭാവമാണ്. അത്യുന്നതന്റെ സിംഹാസനത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും. കണ്ടോ, നിഗളം. ധനനിമിത്തം ഹൃദയം നിഗളിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലിപ്പിലും അത് പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ. ധനനിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് കൊണ്ട് ഹൃദയത്തിന് ഗർവുണ്ടാകുന്നു. ഇത് 3 വചനങ്ങളുണ്ട്. സ്വതന്ത്രം. അതുകൊണ്ട് ആ നിഗളം നമ്മളിൽ പാടില്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ഞാൻ സൗമ്യതയും താഴ്വുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് താഴ്മ, വിനയം. അത് നമ്മളിൽ ഉണ്ടാകണം. കർത്താവിൻ്റെ മക്കളായ നമ്മളിലുണ്ട്. അന്യഭാഷയും പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടൊന്നും കഥയില്ല. അന്യഭാഷയൊക്കെ പറയുന്നത് നല്ലതാ. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും
ക്രിസ്തുവിൻ്റെ ഭാവവും നമ്മൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഗുണമില്ല. കർത്താവിനെ കണ്ടെത്താൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ, അല്ലെങ്കിൽ നിത്യരാജ്യം സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, സ്വർഗത്തിൽ ചെല്ലുവാൻ ഉണ്ടാകേണ്ട 3 ക്വാളിറ്റി, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനുള്ള 3 ക്വാളിറ്റി: ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം. ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. അല്ലാതെ സ്വർഗത്ത് പോകാൻ പറ്റില്ല ദൈവമക്കളെ. പാട്ടും പാടി ഇങ്ങനെ നടക്കാം. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശരിയാ, അതൊക്കെ ബേസിക് ക്വാളിഫിക്കേഷനാണ്. അത് കഴിഞ്ഞ് ജീവിക്കണം, ഓട്ടം ജീവിതം. അതിലുണ്ടാകേണ്ട ഗുണങ്ങളാണ് ദയ, താഴ്മ, വിനയം, സൗമ്യത. ഇതൊക്കെ ആത്മാവിൻ്റെ ഫലം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയ്ക്ക് വിരോധമായ യാതൊരു ന്യായപ്രമാണവുമില്ല. അവൻ നിഗളം നമ്മളിൽ നിന്ന് പോണം, അഹങ്കാരം നമ്മളിൽ നിന്ന് പോണം, എടുത്തുചാട്ടങ്ങൾ നമ്മളിൽ നിന്ന് പോണം. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ കൂട്ടാളികളായി തീരണം. എന്തുകൊണ്ടാ? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഈ പിശാചിൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട്, പ്രിയാത്തിൻ്റെ പ്രവൃത്തി ആളുടെ ജീവിതത്തിലാണ് വരുന്നത്. ദൈവത്തിന് കീഴടങ്ങാത്തവർ, ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനത്തിന് കീഴ്പ്പെടുക, ഉപദേശത്തിന് കീഴ്പ്പെടുക, പത്യവചനം പത്യോപദേശത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക. അങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. പിശാച് അവരെ പോരാടി അവരെ നശിപ്പിച്ചു കളയും. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. വളരെ ചിന്തിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണിത്. ദൈവത്തിന് കീഴടങ്ങുക. ഹല്ലേലൂയ. ദൈവവചനത്തിന് കീഴ്പ്പെടുക, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിന് കീഴ്പ്പെടുക, പത്യവചനം പത്യോപദേശത്തിന് കീഴ്പ്പെടുക. അത് നമ്മുടെ ജീവിതത്തിൽ മസ്റ്റ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്തുണ്ട്? അപകടം, അപകടം, അപകടം. ഹല്ലേലൂയ. എനിക്കിത് പറഞ്ഞ് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. വചനം പ്രസംഗിച്ചിട്ട് മാറിയിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, വചനങ്ങൾ ഓരോന്നും മനസ്സിൽ ജീവിപ്പാനുള്ള കൃപ അവിടെ നിന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് കീഴടങ്ങുവൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ഈ ദൈവത്തോട് അടുത്ത് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഉപദേശത്തിലൂടെ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. എങ്ങനെയാ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത്? വ്യവസ്ഥയുണ്ടെന്നേ. എല്ലാത്തിനും ഡോക്ട്രിനുണ്ട്, ഡോക്ട്രിൻ, ഉപദേശം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ നമ്മൾ എന്ത് ചെയ്യണം? ദുർമനസാക്ഷി നീങ്ങിപ്പോണം. കർത്താവിൻ്റെ രക്തത്താലുള്ള തളിപ്പലുണ്ട്, ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി തീരണം. വചനത്താൽ ശുദ്ധീകരിക്കും. വചനം ശുദ്ധവെള്ളത്താൽ, വചനത്തെയാണ് കാണിക്കുന്നത്. ശരീരം കഴുകപ്പെടുന്നവർ വചനത്താലുള്ളൊരു കഴുകലുണ്ടാകണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം ഉണ്ടാകണം. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. ദൈവത്തോട് അടുത്ത് ചെല്ലാനെന്ന് ആർക്കും കഴിയും? ചുമ്മാ കിടന്ന് പ്രാർത്ഥിച്ച് ജന്മം പാഴാക്കാന്നല്ലാതെ ഒരു ഗുണവുമില്ല. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ദൈവം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം അല്ലാതെ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതതിൻ്റെ കാര്യം. ഈ യാക്കോബിൻ്റെ ലേഖനത്തിലെ ഓരോ വാക്യങ്ങളും ഓരോ വിഷയങ്ങളും വളരെ ഷാർപ്പായിട്ടുള്ളതും
വളരെ ആഴത്തിലുള്ളതുമായ വിഷയങ്ങളാണ്. അതുപോലെ യാക്കോബ് എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങും, പിശാചിനുള്ള തീർപ്പിൻ നിങ്ങൾ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത് എങ്ങനെയാ? ദുർമനസ്സാക്ഷി നീങ്ങണം, ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടണം, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം, വചനത്താലുള്ള കഴുകലുണ്ടാകണം, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം ഉണ്ടാകണം, പരമാർത്ഥ ഹൃദയം ഉണ്ടാകണം. അങ്ങനെ അടുത്ത് ചെല്ലണം. പ്രത്യാശയുള്ള സ്വീകാര്യത്തെ മുറുകെ പിടിച്ചു കൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ, അവനത് നിവർത്തിക്കും. അതിൻ്റെ കാര്യം. അപ്പോൾ ചുമ്മാ അന്ന് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവം ചില ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത് പറയുന്നത്, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. കൈ വെടിപ്പാക്കണം. ദാവീദിൻ്റെ കൈ കറപുരണ്ടു. ദൈവം പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടി നീ ആലയം പണിയണ്ട. കൈ വെടിപ്പല്ല. അവരുടെ കൺവെൻഷൻ നടത്തിക്കഴിഞ്ഞ്, ജനറൽ കൺവെൻഷൻ നടത്തിക്കഴിഞ്ഞ് കണക്ക് പറയാൻ നേരത്ത് കൈ വെടിപ്പാകുന്ന വിഷയം വരുന്നത്, എത്ര പേരുടെ കൈക്ക് വെടിപ്പുണ്ടാകും? എത്ര പേര് നിർമ്മല മനസാക്ഷിയോടെ ആ കാര്യങ്ങൾ ഇടപെടുന്നു? ദൈവമക്കളെ, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ് ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഇരുമനസ്സ്. അവർ ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായി തീർന്നു കർത്താവിന്റെ ശിഷ്യന്മാർ. ഇവിടെ ഇരുമനസ്സല്ല, ഒരു മനസ്സുമില്ല, ഒന്നുമില്ല. 100 മനസ്സാണ് ഇവിടെ. 100 പക്ഷങ്ങളാണ് ഇവിടെ. അപ്പൊല്ലോസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, പൗലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, ഇങ്ങനെ വിഭാഗിച്ച് നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, യാക്കോബ് പറയുന്നത് ശ്രദ്ധിക്കുക. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധവെള്ളത്താൽ ഹൃദയം കഴുകപ്പെടണം. വചനം കൊണ്ട് ഹൃദയപലകെ കഴുകണം. പരിശുദ്ധാത്മാവിലൊരു കഴുകലുണ്ടാകണം. ആത്മാവിനാല് ശുദ്ധീകരണം ഉണ്ടാകണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. ഇരുമനസ്സ്. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ താണിരിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നേകം വെച്ചുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അപ്പോൾ നമുക്ക് സൗമ്യതയും താഴ്മയും ഉണ്ടാകും, വിനയമുണ്ടാകും, പൊട്ടിത്തെറികൾ മാറിപ്പോകും, അഹങ്കാരങ്ങൾ മാറിപ്പോകും, എടുത്തുചാട്ടങ്ങൾ മാറിപ്പോകും. ഇത് പകലിൽ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത ഞാൻ പറയാം. ഈ ശരീരത്തിൽ നമുക്ക് എത്ര നാളുകൂടെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? മോശ പറഞ്ഞു വെച്ച് 70 80 ആയിക്കോട്ടെ, 90 100 110 120 130 എത്രയും ആയിക്കോട്ടെ, എന്തായാലും മരിക്കും. എന്തായാലും മരിക്കാറ്. ഏറെ ആയാലും 70 80 കഴിഞ്ഞ് 80 100 110 കഴിഞ്ഞവരൊക്കെ ഇവിടെ കിടക്കണം. 115 ബംഗ്ലാദേശുകാരൻ്റെ ആയുസ് ഉണ്ടായിരുന്നു ഇന്നാള് പത്രത്തിൽ. 115 കഴിഞ്ഞാലും മരിക്കും. ഇവിടെ 70 80 സംവത്സരം ജീവിക്കാൻ പറ്റത്തുള്ളൂ. കോട്ടെ 100 110 120 വർഷം ജീവിച്ചിരുന്നെന്ന് വരാം. എന്നാൽ ഈ മൺശരീരം വിട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മൺശരീരം വിട്ടിട്ട് 70 80 90 സംവത്സരം ഇവിടെ ജീവിച്ച് ഈ മൺശരീരം വിട്ടിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഒന്നുകിൽ വിശ്രാമ സ്ഥലത്തോ അല്ലെങ്കിൽ യാതന സ്ഥലത്തോ പോകുന്നു. കർത്താവിൻ്റെ വരവിൽ അവിടെ നിന്ന് കർത്താവിൻ്റെ ഒരു ചേർക്കപ്പെടാനായിട്ട് നമ്മൾ ഒരുത്തെന്നേറ്റ് വരും. അത് കഴിഞ്ഞ ശേഷം പാപികളായ മനുഷ്യർക്ക് അവസാനത്തെ ഒടുക്കത്തെ ഒരു ഉയർപ്പുണ്ട്. ഉയർത്തെന്നേറ്റ് അവരെ എന്ത് ചെയ്യും? തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. കോടാനുകൂടി വർഷങ്ങൾ അവിടെ കിടക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. 70 80 സംവത്സരം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. അത് കഴിഞ്ഞ് കോടാനുകോടി വർഷം നിത്യനരകത്തിലോ നിത്യസ്വർഗത്തിലോ ഞാൻ ജീവിക്കേണ്ടവനാണെന്നൊരു ചിന്ത ഉള്ളിലുണ്ടാകണം. ഹ്രസ്വകാലം ഒരു പ്രവാസിയായി, ഒരു പരദേശിയായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച്
നിത്യതയ്ക്ക് വേണ്ടി പോകേണ്ടവരാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. അതിനനുസരിച്ചൊരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാകണം. അതിനനുസരിച്ചൊരു സമർപ്പണ ജീവിതം നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുക. 11-ാം വാക്യം, സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. എൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവർ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കുക, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. നമ്മൾ അന്യോന്യം ദുഷിക്കുന്നവരായി തീരരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ഈ മർമ്മം നമ്മൾ ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. സഹോദരങ്ങൾ, ഈ മർമ്മം മനസ്സിലാക്കുക. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. ഇന്ന് ഏറ്റവും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഏറിയ ബോധവാനായിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ സഹോദരന്മാരെ ദുഷിക്കുന്നതിൽ നമുക്ക് ഒരു ലിമിറ്റും ഇല്ല, എന്നാൽ പാടില്ല. തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പാപത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സൂചിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ അവർ ചെന്ന് അബദ്ധത്തിൽ ചാടും. എന്നാൽ അവനെ ദുഷിക്കാൻ പാടില്ല. അവൻ ക്രമക്കെട്ടൊരു സഹോദരനാണ്, അവനെ ദുഷിക്കാൻ പാടില്ല. ദൂഷണം പറയരുത്. ഇല്ലാത്ത തെറ്റ് അവനെക്കുറിച്ച് പറഞ്ഞു വരുത്തരുത്. ഇന്നില്ലാത്ത കാര്യങ്ങൾ ഉള്ളതെല്ലാം കൂടി പറഞ്ഞു വരുത്തി ദൂഷണം പാടില്ല. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. എൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. അതാ ഇവിടുത്തെ കാര്യം. ഭയപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണ്. യാക്കോബ് 4:11 നാം എല്ലാവരും ഭയപ്പെടണം. അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ, വചനത്തെയാ ദുഷിക്കുന്നത്. വചനത്തെ വിധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ദൈവം തമ്മിൽ ശിക്ഷ വിധിക്കും. പോട്ടെ, ഞാൻ ആ ഭാഗത്തോട് നിൽക്കുന്നില്ല. അടുത്ത്, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനെയുള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? സ്തോത്രം. അടുത്ത സബ്ജക്റ്റിലേക്ക് വരികയാണ് വേഗത്തിൽ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഓ, സ്തോത്രം. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഒരു വലിയ ദീർഘമായ പ്രൊജക്റ്റുകൾ തയ്യാറാക്കി മുമ്പോട്ട് പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപകടമാണത്. കാരണം നമ്മൾ ആരാ? എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. നമ്മൾ പൂവാണ്, പുല്ലാണ്, നിഴലാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കണം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. സ്തോത്രം. ദീർഘകാലത്തെ പ്രൊജക്റ്റുകൾ ഇട്ടുകൊണ്ട് ദൈവമക്കൾ ജീവിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ആ പ്രൊജക്റ്റ് എല്ലാം അതോടെ തീരുകയാണ്. ഇന്നോ നാളോ ഞങ്ങൾ ഇന്ന പട്ടണങ്ങളിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്തു ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഒരു ആവി, പുട്ടിനൊക്കെ ആവി വരും, നമ്മൾ കാണും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് കഴിയുമ്പോൾ ആവി എവിടെ പോയെന്ന് അറിയത്തില്ല. അതുപോലെയുള്ള മനുഷ്യന്റെ ജീവിതം. ഹല്ലേലൂയ. ധന്യം, ധനം, ലാഭം, കീർത്തി ആ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7 10 7 80 മാത്രം. നീളുമായുസതു നിലച്ചാൽ കഷ്ടത മാത്രം. ഒരു പൂവാണ്,
നമ്മളൊരു പുല്ലാണ്, ഒരു പൂവാണ്, ഒരു നിഴലാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന് ആ സമയം മുതൽ നമ്മൾ ആരാണ്? ഒരു സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിച്ചോണം. ഇതങ്ങനെ ഒരു ചിന്തയില്ല. അസാധാരണ, ഞങ്ങളൊക്കെ എന്തോ ആണെന്നാണ് പറയുന്നത്. പൗലൂസാര് പത്രോസാരെന്ന് അവർ പറയുമ്പോൾ പൗലൂസിനേക്കാളും പത്രോസിനേക്കാളും കൂടുതൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരും അവരെക്കാൾ വലിയവരുമായിട്ടാണ് ഇന്നത്തെ ശുശ്രൂഷകന്മാർ അറിയപ്പെടുന്നത്. ഞാനതിനെതിരാ. സ്തോത്രം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. മനുഷ്യായുസ് ആവി പോലെ പോകുന്നു. പുല്ലുപോലെയാണ്, പൂ പോലെയാണ്, നിഴൽ പോലെയാണ്. നമ്മൾ പരദേശികളാണ്, നമ്മൾ പ്രവാസികളാണ്. പ്രവാസി ഒരു ദേശത്ത് കുറച്ച് നാൾ പോയി താമസിച്ചിട്ട് തിരിച്ചു വരിക. പ്രവാസി. പരദേശി കുറച്ച് നാൾ താമസിച്ചിട്ട് അവരും സ്വന്തം ദേശത്തേക്ക് മടങ്ങണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. വരുവാനുള്ളത് ഇത്രയും നാം അന്വേഷിക്കുന്നത്. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദീർഘ പ്രൊജക്റ്റുകളൊന്നും ഉണ്ടാക്കി ആരും ഒന്നും ചെയ്യരുത്. ജീവിച്ചിരുന്ന കർത്താവിന് ഹിതമെങ്കിൽ ആകാമെന്ന് മാത്രമേ നമ്മൾ പറയാവുള്ളൂ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തെ നിമിഷം, നാളത്തെ മണിക്കൂർ, നാളത്തെ ദിവസം നമുക്കറിയാൻ പറ്റത്തില്ല. ഏത് സമയത്തും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുക. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. ഇളം തലമുറകളെല്ലാം രോഗികളായി തീർന്നുകൊണ്ടിരിക്കുക. വിട്ടുമാറാത്ത പല രോഗങ്ങൾക്കും അടിമകളായിരിക്കുക അവര്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് സംഭവിച്ചാലും മറ്റന്നാൾ എന്ത് സംഭവിച്ചാലും ഇന്ന് ഞാൻ കർത്താവിനോടൊപ്പമായിരിക്കുന്നു. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കും. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നത് പിന്നെ മറഞ്ഞു പോകുന്ന ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാകുന്നു. എനിക്കറിയാം, നന്മ ചെയ്യാനായിട്ട് കഴിവും കാര്യങ്ങളും ഉള്ളവർ കണ്ണടച്ച് കളയും. ഒരു സാധു മനുഷ്യൻ മുമ്പിൽ വന്ന കണ്ണടച്ച് കളയും. അവരുടെ ഉള്ളിൽ ദ്രവ്യാഗ്രഹം ഇങ്ങനെ കെട്ടഞ്ഞ ഊറി വരിക. മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിയോടെ ഇടപെടുന്നു. കർത്താവിൻ്റെയും സ്ത്രീഹന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും സ്വഭാവം അതായിരുന്നു. അവർ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളവർക്ക് അവർ എന്തും ഏതുമായി. വസ്ത്രമില്ലാത്തവന് വസ്ത്രം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം, വിവിധ നിലയിലുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റ നിലയിൽ ആദിമസഭ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. തമ്മിൽ സ്നേഹിച്ചു, തമ്മിൽ അവര് സഹായങ്ങൾ ചെയ്തു. പൊട്ടന്മാരെ പോലെ ജീവിക്കുകയല്ല. ഒരു സഹോദരൻ്റെ കഷ്ടപ്പാട്, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, ഞെരുക്കം കണ്ട് അവനെ സഹായിക്കുന്നവരായി നമ്മൾ തീരണം. അല്ലെങ്കിൽ വിശ്വാസ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? അല്പനേരത്തെ കാണുന്നതും മറഞ്ഞു പോകുന്നതും ആവിയാണ് നമ്മുടെ ജീവിതം. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്ന് പറയുന്നില്ലോ എന്നല്ലയോ പറയേണ്ടത്. നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ പ്രശംസയെല്ലാം ദോഷമാകുന്നു. പൗലോസ് എനിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരുത്. അവൻ ആ ലോകമിരിക്കും, ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിൽ പ്രശംസിക്കുന്ന പൗലോസ്, കർത്താവിൻ്റെ ശിഷ്യന്മാർ. നമ്മളെ പ്രശംസ എതിരാ. ഒരു നല്ല വീടുണ്ടെങ്കിൽ, ഒരു നല്ല കാറുണ്ടെങ്കിൽ, വലിയ ജീവിത സൗകര്യം ഉണ്ടെങ്കിൽ പ്രശംസ പിന്നെ അതിലല്ലേ, പിന്നെ അതിൻ്റെ പുറകെ അല്ലേ പ്രശംസ പോണേ. പൗലോസ് എന്താ പറയുക? എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരുത്. ക്രൂശിലാണ് പ്രശംസ.
അപ്പോസ്തലന്മാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ആ ഭാഗം വേണമെങ്കിൽ അത് നമ്മളൊന്ന് വായിച്ച് ഈ ഭാഗം പറഞ്ഞങ്ങ് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അവിടെ ആ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പഠനം നമുക്ക് കിട്ടുകയാണ്. ഞാനതിലേക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൗരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായി തിരഞ്ഞെടുത്തു. പോഷന്മാരെ തിരഞ്ഞെടുത്തെന്ന്. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ബലഹീനന്മാരെ തിരഞ്ഞെടുത്തെന്ന്. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലീഹീനവും നികൃഷ്ടന്മാരായവരെയും ഏതുമില്ലാത്തവരെയും, കുലഹീനന്മാർ, നികൃഷ്ടന്മാർ, ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുത്തു. എന്തിനാ? ദൈവസനിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളാൽ അവനെ തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നു. ഓ, നമുക്ക് പ്രശംസിപ്പാൻ ഇവിടെ ഒന്നുമില്ല സഹോദരങ്ങളെ. അവൻ ആ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രശംസ കർത്താവിലായിരിക്കണം. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ദൈവം എന്നെ വിളിച്ചു, ദൈവം തന്നെ വേർതിരിച്ചു, ദൈവം തൻ്റെ മകനാക്കി, ദൈവം തൻ്റെ മകളാക്കി എന്നെ തീർത്തു എന്നതിൽ പ്രശംസിക്കണം. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു പഠനമാണത്. ഇന്ന് മക്കളിൽ പ്രശംസിക്കുന്നു. 4-5 അക്കം ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ആ മക്കളിൽ പ്രശംസിച്ചങ്ങ് സന്തോഷിക്കുക. ലോകത്തിൻ്റെ ഭൗതിക കാറ് മേടിച്ചിട്ട് ഏറ്റവും നല്ല കാർ അതിലങ്ങ് പ്രശംസിക്കുക. ഏറ്റവും നല്ല വീട് അതിലങ്ങ് പ്രശംസിക്കുക. ആത്മീയയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ആത്മീയരെന്ന് ബഹുമാനിക്കുന്ന അനാത്മീയരുടെ കാര്യം. പ്രശംസ പലതിലുമാണ്. എന്നാൽ അപ്പോസ്തലന്മാർ പറയുന്നു, അവരെ തിരഞ്ഞെടുത്തത് തന്നെ പോഷന്മാരായി, യാതൊരു ഗുണമില്ലാത്തവരായി, ലോകത്തിന് മുൻപാകെ എടുത്ത് നിർത്താൻ കഴിയത്തില്ല. പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ, യൂദയെ. വിദ്യാഭ്യാസമില്ല, അറിവില്ല, കഴിവില്ല, നീചരായി ഗണിച്ചിരുന്ന ക്ഷേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു. പരം പ്രേഷണം ചെയ്തവനിയിൽ ഗുരുക്കളാക്കി. യേശുവിനെ പ്രസംഗിച്ച് ലോകത്തിൽ രക്ഷന്റെ സുവിശേഷം ശക്തിയോടെ വിളിച്ചു പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ ശിഷ്യന്മാർ. ഹല്ലേലൂയാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവർ നിസ്സാരന്മാരായിരുന്നു, അവരൊരു ഗുണമില്ലാത്തവരായിരുന്നു. ദൈവം അവരെ തിരഞ്ഞെടുത്തു, ദൈവം അവരെ വിളിച്ചു, ദൈവം അവരെ ദത്തെടുത്തു. അവർക്ക് എന്ത് ചെയ്തു? ദൈവവചനത്തിൻ്റെ ജ്ഞാനം ഉള്ളിൽ നൽകി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളിൽ നൽകി. നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു. പരം പ്രേഷണം ചെയ്ത് അവനിൽ ഗുരുക്കളാക്കി. ലോകത്തെ ക്രിസ്തുവിനെ പ്രസംഗിച്ച് ലോക മനുഷ്യരെ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ സാധാരണ മുക്കുവന്മാരെ തിരഞ്ഞെടുത്തു. ഇന്നത്തെ പാസ്റ്റർമാരുടെ ഡിഗ്രിയും അവിടെ പേരുമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിട്ട് ഓടേണ്ടി വരും. അതുപോലെ കിടപ്പുണ്ടവർക്ക് പ്രശംസിപ്പാൻ ഒരു ഗുണമില്ല സഹോദരങ്ങളെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനോടൊരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടു. ലോകമെന്നിലേക്ക് വരാൻ പാടില്ല, ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം എന്താ? ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുക. എൻ്റെ പ്രശംസ മുഴുവൻ കർത്താവിലാണ്. കർത്താവ് കൃപയാൽ നടത്തുന്നു, അത്ഭുതകരമായി നടത്തുന്നു. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുത്ത് പോഷിപ്പിക്കുന്ന സർവശക്തനായ ദൈവം നമ്മെ പോറ്റി പുലർത്തുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിപ്പാൻ താല്പര്യപ്പെടുക. എത്ര മനോഹരമായ നിലയിലാണ് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ഘടന. എത്ര മനോഹരമായിട്ട് എഴുതി വെച്ചേക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണമെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ വിശ്വാസത്താൽ നീതീകരണം മാത്രമേ കിട്ടുന്നുള്ളൂ. ഏറ്റുപറഞ്ഞ് കർത്തൃത്വം നടത്താനായിട്ട് കർത്താവിനെ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ദൈവമക്കളാകുന്നത്.
അത് വിശദാംശം പ്രാപിക്കുമ്പോഴേ ദൈവമക്കളാകുന്നുള്ളൂ കൃത്യമായിട്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൽ ശരണപ്പെടാം, കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആയിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം. ആമേൻ. സ്തോത്രം. മാറാനാഥ. താങ്ക് യു.